നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്തയാണ് ഇപ്പോഴത്തെ കത്തിക്കയറുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പലരും. എന്താണ് രാഹുലിന് പിന്നാലെ കരുത്തിന്റെ രഹസ്യം എന്നാണ് പലരും നിരീക്ഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന് അനുകൂലമായി നിരന്തരം പോസ്റ്റിട്ട രാഹുൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിഷ്കരുണം വലിച്ചെറിഞ്ഞ പാർട്ടിക്ക് പിന്നാലെ എന്തിനാണ് വീണ്ടും വീണ്ടും നടക്കുന്നത് എന്ന പരിഹാസം പറഞ്ഞവരും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ രാഹുൽ ക്ഷമയോടുകൂടി ഇതെല്ലാം കാത്തിരുന്നു. അത് എന്തിനു വേണ്ടി ആയിരുന്നു? സംസ്ഥാനത്തെ വൈദ്യുത പ്രതിസന്ധിയെയും ലോഡ് ഷെഡിങ്ങിനെയും രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സർക്കാരിനും വൈദ്യുത വകുപ്പിനും എതിരെ രാഹുൽ രംഗത്തെത്തിയത്. പവർ കട്ടല്ല, കെ കട്ടാണ്. കെ കട്ട് സമയത്ത് കെ കാറ്റ് മസ്റ്റാണ്. ഏത് ഡാഷ് മോനാണാവോ ഇവിടത്തെ മുഖ്യ മന്ത്രി എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം. സംസ്ഥാനത്ത് പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായ വൈദ്യുത നിയന്ത്രണങ്ങൾ തുടരുന്നതിനിടയിലാണ് സർക്കാരിന്റെ കെ ബ്രാൻഡിങ്ങിനെ കൂട്ടുപിടിച്ച് രാഹുൽ വിമർശനം ഉന്നയിച്ചത്. കഠിനമായ ചൂടിന് ജനം വലയുമ്പോൾ വൈദ്യുത ബോർഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ കെ റെയിൽ, കെ ഫോൺ തുടങ്ങിയ പദ്ധതികളുടെ പേരിനൊപ്പമുള്ള കെ ഉപയോഗിച്ച് വൈദ്യുത തടസ്സത്തെ കെ കട്ട് എന്ന് വിളിച്ച രാഹുൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. പഴയ രാഹുൽ അല്ല ഇപ്പോഴത്തെ രാഹുൽ. അദ്ദേഹത്തിന് ഇനി വി.ഡി. സതീശന്റെ പിന്തുണ ആവശ്യമേ ഇല്ല. കാരണം രാഹുൽ ഉൾപ്പെടെയുള്ള യുവ തുർക്കികൾ ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ ക്യാമ്പിലാണ്. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വെട്ടാനിന്ന് ഗോദയിൽ സജീവമായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി ചേർന്ന് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നതായി കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളിൽ പ്രചരണം ശക്തമാകുന്നുണ്ട്. ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് പ്രചരണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. വിവാദം കോൺഗ്രസ് നേതൃത്വത്തെ പിടിച്ചുകുലുക്കിയിട്ടുമുണ്ട്. രാഹുൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയും സതീശനുമായി ആശയവിനിമയം നടത്തിയതായി പ്രവർത്തകർ ആരോപിച്ചു. സതീശനെതിരെ ആയിരിക്കും കോൺഗ്രസിലെ യുവത. ഇത്തരം പ്രതിഷേധങ്ങൾക്ക് രാഹുലിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. അന്ന് വിവാദങ്ങൾക്ക് പിന്നാലെ കെ.പി.സി.സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ നേതൃത്വത്തെ പിരിച്ചുവിട്ടു. സെല്ലിന്റെ ചുമതല എറണാകുളം എം.പി ഹൈബി ഈഡനും നൽകി. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റേതായിരുന്നു തീരുമാനം. ഡിജിറ്റൽ മീഡിയ സെല്ല് ചെയർമാനായ വി.ടി. ബൽറാമിനെ മാറ്റിയാണ് മറ്റൊരു വൈസ് പ്രസിഡന്റായ ഹൈബി ഈഡന് ചുമതല നൽകിയത്. കെ.പി.സി.സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പേരും മാറ്റി. ഇനി മുതൽ സോഷ്യൽ മീഡിയ സെല്ല് എന്നായിരിക്കും അറിയപ്പെടുക. ദേശീയ തലത്തിലും മറ്റും സംസ്ഥാന ഘടകങ്ങളിലും സോഷ്യൽ മീഡിയ സെല്ല് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ മാത്രമായിരുന്നു ഇതുവരെ ഡിജിറ്റൽ മീഡിയ സെല്ല് എന്ന് അറിയപ്പെട്ടിരുന്നത്. ബീഹാർ അതുപോലെ തന്നെ പോസ്റ്റിന് പിന്നാലെ വി.ടി. ബൽറാം സെല്ലിന്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും കെ.പി.സി.സി രാജി സ്വീകരിച്ചിരുന്നില്ല. കെ.പി.സി.സി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഹൈബി ഈഡനോട് പുതിയ ചുമതല സംബന്ധിച്ച കാര്യം ദീപാദാസ് മുൻഷി പറഞ്ഞത്. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സതീശനെതിരെ സൈബർ ആക്രമണം അതിരുവിട്ടതോടുകൂടിയാണ് ദേശീയ നേതൃത്വം സെല്ലിന്റെ കാര്യത്തിൽ ഇടപെട്ടത്. നിലവിലുള്ള ടീം കാര്യക്ഷമം അല്ലെന്നും ദീപാദാസ് മുൻഷി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പരാതി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതിന് പിന്നാലെ സമൂഹ മാധ്യമ വിഭാഗം ശക്തിപ്പെടുത്താൻ സമിതിയെ കെ.പി.സി.സി നിയോഗിച്ചിരുന്നു. അങ്ങനെ വി.ടി. ബൽറാം ടീമും സതീശന് എതിരായി. ഇതിനു പിന്നാലെ രാഹുൽ വിഷയത്തിൽ വീക്ഷണത്തെ സതീശൻ തള്ളി. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വീക്ഷണം മുഖപ്രസംഗം എഴുതിയതിനെ കുറിച്ച് അത് എഴുതിയവരോട് ചോദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. രാഹുലിനെതിരെ ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. ലൈംഗിക പീഡന കേസെടുത്തതിനെ തുടർന്ന് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയെങ്കിലും പരാതിക്കാരി ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചില്ല. എം.എൽ.എയുടെ ഓഫീസിലും പരിശോധന നടത്തി. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കും വരെ അറസ്റ്റ് വേണ്ടെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആദ്യ നിലപാടെങ്കിലും പിന്നീട് ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേർന്നപ്പോൾ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യാൻ ADGP നിർദ്ദേശം നൽകി. ഇതോടെ സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന ആരംഭിച്ചു. രാഹുലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലായി. രാഹുൽ കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയുന്നതായി പോലീസിന് സംശയിച്ചു. പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അശാസ്ത്രീയ ഗർഭചിത്രമെന്ന യുവതിയുടെ മൊഴിയിലും പോലീസ് പരിശോധന നടത്തി. വീര്യം കൂടിയ മരുന്ന് നൽകിയെന്നും ഗർഭചിത്രം നടത്തിയത് 2 മാസത്തിന് ശേഷമാണെന്നും യുവതി മൊഴി നൽകി. അമിത രക്തസ്രാവത്തെ തുടർന്ന് യുവതിയുടെ ആരോഗ്യനില മോശമായതിനാൽ ചികിത്സ തേടിയെന്നും മൊഴിയുണ്ടായിരുന്നു. യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ വിവരം ഡോക്ടർമാരെ ബന്ധപ്പെട്ട പോലീസ് സ്ഥിരീകരിച്ചു. യുവതി പോലീസിന് നൽകിയ മെഡിക്കൽ രേഖകളും തെളിവുകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുവതിക്ക് നൽകിയത് 7
ഒരാഴ്ച വരെ കഴിക്കാവുന്ന മരുന്നെന്നും ഉറപ്പിച്ചു. ജീവൻ പോലും അപകടത്തിലാകാവുന്ന മരുന്നാണ് ഇത്. ശബ്ദരേഖയിലെ ഇത് യുവതിയുടെ ശബ്ദം തന്നെയെന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രീയ ശബ്ദ പരിശോധനയും നടത്തി. യുവതിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചവർക്കെതിരെ കേസെടുക്കാനും അന്വേഷണ സംഘം നീക്കം നടത്തി. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമം പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന ആരോപണത്തിൽ 5 പേർക്കെതിരെ കേസെടുത്തു. പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ ഒന്നാം പ്രതിയായിട്ടുള്ള കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, രാഹുൽ ഈശ്വർ, ദീപ ജോസഫ് എന്നിവരും പ്രതികളാണ്. അതിജീവിതയെ തിരിച്ചറിയാവുന്ന തരത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു തുടങ്ങിയ പരാതികളിലാണ് കേസെടുത്തിരിക്കുന്നത്. IT ആക്ട് 43, 66, BNS 72, 79 എന്നീ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ദീപ ജോസഫ് 2, 3 പ്രതിയാണ്. സന്ദീപ് വാര്യരെ 4ാം പ്രതിയാക്കിയിട്ടുമുണ്ട്. രാഹുൽ ഈശ്വർ 5ാം പ്രതിയുമാണ്. ചെന്നിത്തല സതീശനെ ഇല്ലാതെയാക്കാൻ കുറെ നാളുകളായി ശ്രമിച്ചു വരികയാണ്. സതീശൻ ഇന്നത്തെ മട്ടിൽ തുടർന്നാൽ തനിക്ക് മുഖ്യമന്ത്രിയാവാൻ കഴിയില്ല എന്ന് ചെന്നിത്തലയ്ക്ക് നന്നായി അറിയാം. അതിനാൽ സതീശന് നേരെ വാളോങ്ങാൻ ചെന്നിത്തലയ്ക്ക് ലഭിച്ച അസുലഭ അവസരമായിരുന്നു ഇത്. സതീശൻ തീർത്തും നിരാശനാണ്. രാഹുലിനെ അടിക്കാനെടുത്ത അതേ വടി തനിക്ക് നേരെ ബൂമറാങ് പോലെ വരുമെന്ന് സതീശന് നന്നായി അറിയാം. സതീശന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണമെന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസുകാരും നിരവധിയാണ്. CPMന് ഭയമുള്ളത് സതീശനെ മാത്രമാണ്. രമേശ് ചെന്നിത്തലയെ തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് CPM പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിരിക്കെ രമേശിനെ CPM ഇല്ലാതാക്കിയത് കേരളം കണ്ടതാണ്. രമേശിന്റെ നേതൃസ്ഥാനം തെറിപ്പിച്ചത് പിണറായിയാണ് എന്ന് പരസ്യമായ രഹസ്യമാണ്. രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണി വഴി സ്വാധീനിച്ചത് പിണറായി ഇക്കാര്യം നേടിയെടുത്തു. സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് തന്നെ പിണറായിയെ മൃദുവായി കൈകാര്യം ചെയ്യും എന്ന ഉറപ്പിലാണ്. അന്ന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷ. അത് പക്ഷേ വിഫലമായി. ഫലത്തിൽ സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനത്താണ് ഇളക്കം തട്ടിയിരിക്കുന്നത്. ഷാഫി ടീമും കോൺഗ്രസിലെ മറ്റ് പ്രബല നേതാക്കളും സതീശനെതിരായി നിലപാട് എടുത്തിരിക്കുന്നു. സതീശൻ രാഹുൽ വിഷയം മാനേജ് ചെയ്തതിലുള്ള അപകടം തന്നെയാണ് കാരണം. ഇത്രയും കാലം തനിക്ക് ചാവേറായി നിലകൊണ്ട രാഹുലിനെ സതീശന് തള്ളിപ്പറയാൻ 24 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല. ഇതിനോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും യോജിക്കാൻ കഴിയുന്നില്ല. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ സതീശന്റെ എതിർപക്ഷത്താണ് ഉള്ളത്. ഇനി കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പതനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവ് ഏറ്റുവാങ്ങിയത്. ലൈംഗിക ആരോപണത്തിൽ ആടി ഉലഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് പരുക്കേൽക്കാതെ രക്ഷപ്പെടാൻ വഴിയൊരുങ്ങിയെങ്കിലും ആരോപണ കൊടുങ്കാറ്റിൽ തകർന്നുപോയി യുവ നേതാവ്. വളരെ പെട്ടെന്ന് വളർന്നു വന്ന നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. KSU, NSU, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്നീ വഴികളിലൂടെ വന്ന രാഹുൽ ചാനൽ ചർച്ചകളിലൂടെയാണ് ശ്രദ്ധേയനായി മാറിയത്. സോഷ്യൽ മീഡിയയിലൂടെ PR വർക്കുകൾ കൂടി നടത്തി വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയനായി മാറി. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരിക്കെ ചാനൽ ചർച്ചകൾ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. ശക്തമായ ഭാഷയും ആരെയും നേരിടാനുള്ള ധൈര്യവും ഇതെല്ലാം മതിയായിരുന്നു രാഹുലിന് അവസരങ്ങൾ ഒരുങ്ങാൻ. യൂത്ത് കോൺഗ്രസിന് ശക്തമായൊരു നേതൃത്വം ഉണ്ടെന്ന വിശ്വാസം പൊതുജനങ്ങൾക്കിടയിൽ പോലും ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനും മുൻ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിനും കഴിഞ്ഞു. ഏറെക്കാലത്തിന് ശേഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ പിന്തുണയും എല്ലാവിധ സഹായവും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു. എന്തായാലും രാഹുൽ വീണ്ടും കാട്ടുതീയായി ആഞ്ഞു വീശുകയാണ്.